നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ പുരുഷന്മാരുടെ ഇടയിൽ പോലും വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് ലൈംഗിക പ്രശ്നങ്ങളാണ് ശീഘ്രസ്ഖലനവും ഉദ്ധാരണമില്ലായ്മയും. ഇതിൽ ശീഘ്രസ്ഖലനത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉദ്ധാരണമില്ലായ്മയെ പറ്റിയാണ്. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉദ്ധാരണമില്ലായ്മ സ്വയംഭോഗത്തിലൂടെ പരിഹരിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ്. എന്താ കേട്ടിട്ട് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. കാരണം എങ്കിൽ നിങ്ങൾക്കും വിശ്വാസം വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ തിരുത്തുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സർസൈസിനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഓരോ തവണയും നിങ്ങൾ ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങളുടെ വയറ് ബലൂൺ പോലെ വീർക്കും എന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. ശരിക്കും നിങ്ങളുടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോഴാണ് വയറ് ബലൂൺ പോലെ വീർക്കുന്നത്. ഇത് ഞാൻ വിശദീകരിച്ച് വന്നപ്പോൾ എൻ്റെ ഭാഗത്ത് വന്ന ഒരു തെറ്റാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച രതീഷ് ARന് പ്രത്യേകം നന്ദി. പുരുഷന്മാരുടെ ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരോഗ്യമുള്ള പുരുഷന്മാരുടെ ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാരണങ്ങൾ ആങ്സൈറ്റി, സ്ട്രെസ്സ്, തെറ്റായ സ്വയംഭോഗ ശൈലികൾ, പെർഫോമൻസ് പ്രഷർ എന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. എന്താണ് ഈ പെർഫോമൻസ് പ്രഷർ എന്ന് പറയുന്നത്? അതായത് ആ നടക്കാൻ പോകുന്ന ലൈംഗിക പ്രവൃത്തിയിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്ത് പഠിക്കുന്നതിലൂടെ പരിഹരിക്കാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് എങ്ങനെ പുരുഷന്മാർക്ക് ശരിയായ സ്വയംഭോഗത്തിലൂടെ അവരുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ പറ്റുകയും അവരുടെ നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണശേഷിയും ആത്മവിശ്വാസവും ഒക്കെ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ പറ്റും എന്നതിനെ പറ്റിയുമാണ്. ഞാൻ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. ഈ ഉദ്ധാരണമില്ലായ്മ ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും ഉണ്ടാകാം. നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ എന്ന് തുടങ്ങിയ പല കാരണങ്ങൾ. അപ്പം ഈ വക പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടറിനെ തന്നെ പോയി നിങ്ങൾ കാണേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ രാവിലെ ഉറക്കമുണരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉദാഹരണം, ഇംഗ്ലീഷിൽ മോർണിംഗ് വുഡ് എന്ന് പറയുന്ന പ്രതിഭാസം, അതും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരു 5-6 മാസം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ കൊള്ളാവുന്ന ഒരു യൂറോളജിസ്റ്റിനെ തന്നെ പോയി കാണണം. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഒരു വലിയ ശതമാനം ഉദ്ധാരണ പ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. ആങ്സൈറ്റി ആയിട്ടും സ്ട്രെസ്സായിട്ടും പെർഫോമൻസ് പ്രഷറായിട്ടും നമ്മുടെ സമൂഹം സ്വയംഭോഗത്തെ പറ്റി ഉണ്ടാക്കിയ കാഴ്ചപ്പാടുകളായിട്ടും ഒക്കെ. അപ്പോൾ ഈ ഒരു കെണിയിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളുടെ ഉദ്ധാരണം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന 4 സ്വയംഭോഗ ടെക്നിക്കുകളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1, മാസ്റ്റർബേറ്റ് വിത്തൗട്ട് പോൺ. പോൺ കാണാതെ സ്വയംഭോഗം ചെയ്ത് പഠിക്കുക. ഞാൻ ഈ പറയുന്നത് പല പുരുഷന്മാർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നെനിക്കറിയാം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്നും ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പുരുഷന്മാരും സ്വയംഭോഗം ചെയ്ത് തുടങ്ങുന്നത് തന്നെ പോൺ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അത് മനസ്സിൻ്റെ ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോൺ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് കാഴ്ചയിലൂടെയും ശബ്ദങ്ങളിലൂടെയും മാത്രമാണ്. പങ്കാളിയുമായിട്ടുള്ള സെക്സിൽ കാഴ്ചയും ശബ്ദങ്ങളും മാത്രമല്ല ഉള്ളത്, അവിടെ സ്പർശനവും മനസ്സുകൾ തമ്മിലുള്ള ഒരു ബന്ധവും കൂടിയുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ പോൺ കണ്ടുകൊണ്ട് മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്ത ആ ഒരു എക്സൈറ്റ്മെൻറ്റോ വൈവിധ്യങ്ങളോ സൗണ്ട് ഇഫക്റ്റുകളോ ഒന്നും പങ്കാളിയുമായിട്ടുള്ള സെക്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തുമില്ല. അങ്ങനെ അത് ഉദ്ധാരണ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? താൽക്കാലികമായിട്ട് പോൺ കാണുന്നത് നിർത്തി നിങ്ങളുടെ ഭാവന ഉപയോഗിച്ചും നിങ്ങളുടെ പങ്കാളിയുടെ മേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുമൊക്കെ സ്വയംഭോഗം ചെയ്ത് പഠിച്ച് മനസ്സിനെ തിരുത്തിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു പഠിക്കുന്നത് വഴി നിങ്ങളുടെ മനസ്സ് സാവധാനത്തിൽ ഈ ഉദ്ധാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിന്നും നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ പോണിൻ്റെ സഹായമില്ലാതെ തന്നെ നിങ്ങളെ ഉദ്ധാരണത്തിലെത്താൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും. സ്ഥിരമായിട്ട് പോൺ കണ്ട് സ്വയംഭോഗം ചെയ്ത് ശീലമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോൺ കാണാതെ സ്വയംഭോഗം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കത്തില്ല. കാരണം അത് മനസ്സിൻ്റെ ശീലമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് മുക്തമാകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ദിവസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ 1 മാസമോ ഒക്കെ തന്നെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വിശ്വാസം കൈവിടാതിരിക്കുക. ഇനി ടിപ്പ് നമ്പർ 2, മാസ്റ്റർബേറ്റ് സ്ലോലി. സമയമെടുത്ത് സാവധാനത്തിൽ സ്വയംഭോഗം ചെയ്യുക. എന്താണ് അതുകൊണ്ടുള്ള ഒരു ഗുണം? സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി ഒട്ടുമിക്ക പുരുഷന്മാരും പാപമാണ്, തെറ്റാണ് എന്നൊക്കെയുള്ള കുറ്റബോധത്തിൽ നിന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. ഈ ഒരു മനോഭാവം നിങ്ങളുടെ മനസ്സിലെ സ്വയംഭോഗത്തെ ഒരു അപകടമായിട്ട് ചിത്രീകരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നിയേക്കാം, എങ്ങനെയാണ് സ്വയംഭോഗം ചെയ്യുന്നത് മനസ്സിന് അപകടം ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ഒട്ടുമിക്ക പുരുഷന്മാരും സ്വയംഭോഗം ചെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു രതിമൂർച്ചയിൽ എത്തിക്കഴിയുമ്പോൾ കുറ്റബോധവും സംഭവിക്കാറുണ്ട്. അങ്ങനെ ഓരോ തവണയും നിങ്ങൾക്ക് ഉദ്ധാരണം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് കുറ്റബോധത്തിനും കൂടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കും. ഇത് ബോധപൂർവം നടക്കുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെയാണ് ഈ കുറ്റബോധം ഒരു അപകടമായിട്ട് മാറുന്നത്. ഇനി ടിപ്പ് നമ്പർ 3, ടച്ച് മോർ ദാൻ യുവർ പീനിസ്.
ഈ സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്ന ഒട്ടുമിക്ക പുരുഷന്മാരും ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ ലിംഗത്തിലാണ്. ഈ ലിംഗമല്ലാതെയും ഒരു പുരുഷന്റെ ശരീരത്തിൽ വികാരമുണർത്തുന്ന വേറെയും ഭാഗങ്ങളുണ്ട്. അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ചില പുരുഷന്മാർക്ക് അവരുടെ നിപ്പിൾസ് ആകാം, വേറെ ചില പുരുഷന്മാർക്ക് അവരുടെ പൊക്കിളാകാം, വേറെ ചില പുരുഷന്മാർക്ക് അവരുടെ തുടയുടെ ഉൾഭാഗങ്ങളാകാം. അപ്പം ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വികാരം ഉണർത്തുന്നത് എന്ന് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് സ്വയം എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ആ ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. കാരണം പങ്കാളിയുമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധത്തിൽ നിങ്ങൾ ജനനേന്ദ്രിയങ്ങളിൽ മാത്രമല്ല സ്പർശിക്കുന്നത്. അങ്ങനെ അത് നിങ്ങളുടെ ലിംഗത്തിന് മേലുള്ള ഒരു സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും. സമ്മർദ്ദം കുറയുമ്പോൾ മനസ്സ് റിലാക്സ്ഡ് ആവും. മനസ്സ് റിലാക്സ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ ഉദ്ധാരണം നിലനിൽക്കുകയും ചെയ്യും. ഡോക്ടർമാർ ചികിത്സിക്കുന്നത് ശരീരരോഗങ്ങളാണ്. സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ചികിത്സിക്കുന്നത് മാനസിക രോഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങളും ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും നിങ്ങളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കുന്ന സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൺസൾട്ടേഷനും മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവെച്ച് മരുന്നുകൾ ഒന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ടിപ്പ് നമ്പർ 4. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സ്വയംഭോഗം ചെയ്യുന്നത് ഒട്ടുമിക്ക പുരുഷന്മാർക്കും കുറ്റബോധമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് എന്ന്. എന്തുകൊണ്ടാണ് സ്വയംഭോഗം ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് കുറ്റബോധം ഉണ്ടാകുന്നത്? ഗർഭസ്ഥ ശിശുക്കളും സ്വയംഭോഗം ചെയ്യുന്നുണ്ട് എന്ന് ഇന്ന് വൈദ്യശാസ്ത്രം തെളിവ് സഹിതം നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഗർഭസ്ഥ ശിശുക്കളിലും സ്വയംഭോഗം ചെയ്തു കഴിയുമ്പോൾ കുറ്റബോധം ഉണ്ടാകാറുണ്ട് എന്നാണോ? ഒരിക്കലുമല്ല. സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പാപബോധവും കുറ്റബോധവും ഒക്കെ ക്രിസ്തുമതം പോലെയുള്ള അബ്രഹാമിക് മതങ്ങളുടെ സംഭാവനയാണ്. ക്രിസ്തുമതത്തിൻ്റെ പേവിഷ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്നത് സന്താനോൽപാദനം ഒഴികെയുള്ള എല്ലാ ലൈംഗിക പ്രവൃത്തികളും പാപവും വൈകൃതവും അശ്ലീലവും കുറ്റബോധം ഉണ്ടാക്കുന്ന പ്രവൃത്തിയുമൊക്കെയാണ് എന്നാണ്. ഞാനിതിനെ ക്രിസ്തുമതത്തിൻ്റെ പേവിഷ പ്രത്യയശാസ്ത്രം എന്ന് എടുത്തു പറയാനുള്ള പ്രധാന കാരണം ഇത് ക്രിസ്തുമതത്തിൻ്റെ സ്ഥാപകനായ യേശുവിൻ്റെ കാഴ്ചപ്പാടല്ല, മറിച്ച് ലൈംഗിക ഭീതിയും സ്ത്രീവിരുദ്ധതയും മാത്രം ഉണ്ടായിരുന്ന 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന ഒരുപറ്റം മത നേതാക്കന്മാരുടെ സൃഷ്ടിയാണ്. ഈ പേവിഷമാണ് ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളിലൂടെയും മെത്രാമാരും പള്ളിയിലച്ചന്മാരും ഒക്കെ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും ഒക്കെ ലൈംഗികതയെ പറ്റിയുള്ള മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് മാറിയതും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ഇന്ന് സ്വയംഭോഗം ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യക്കാർക്കും നാണക്കേടും കുറ്റബോധവും ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറിയത്. ഈ ഒരു മനോഭാവം ജനങ്ങളിൽ ഊട്ടിയുറപ്പിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച MBBSും MDയും ഒക്കെയുള്ള ഡോക്ടർമാരായിരുന്നു. അതിൻ്റെ കാരണം ഈ ക്രിസ്ത്യൻ പേവിഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശക്തമായ ഒരു സ്വാധീനമുള്ള ശാസ്ത്രമാണ് ആധുനിക വൈദ്യശാസ്ത്രം. ഈ ഒരു സ്വാധീനത്തിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങൾ പോലും മുക്തമായിട്ട് ഏതാനും ദശകങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി നമ്മളുടെ ശരീരത്തിലെ ജീവശാസ്ത്രപരമായ ത്വരയായ സന്താനോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർ സന്താനോൽപാദനത്തിന് സഹായിക്കുന്ന, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിന് സഹായിക്കുന്ന സ്വയംഭോഗ ശൈലി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. എന്താണ് ഈ സന്താനോൽപാദനത്തിന് സഹായിക്കുന്ന ശരിയായ സ്വയംഭോഗ ശൈലി എന്ന് പറയുന്നത്? പുരുഷന്മാർ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന സ്വയംഭോഗം. ഇതിനെ ആധുനിക സെക്സ് സയൻസ് ശരിയായ സ്വയംഭോഗം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ഇത് പങ്കാളിയുമായിട്ട് നിങ്ങൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ആ ഒരു ശൈലിയുമായിട്ട് വളരെ സാമ്യമുള്ളത് കൊണ്ടാണ്. ഈ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന സ്വയംഭോഗം പുരുഷന്മാർക്ക് പ്രകൃതി അവരുടെ ഭാവി പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടാനും സന്താനോൽപാദനം നടത്തുവാനും ഒക്കെ നൽകുന്ന ഒരു പരിശീലനമാണ് എന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭാരതത്തിൽ സ്വയംഭോഗത്തെ പാപമായിട്ടോ കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടോ ഒന്നും കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ ശാസ്ത്രീയമായിട്ട് സംസ്കൃതത്തിൽ വിശേഷിപ്പിച്ചിരുന്നത് ഹസ്തമൈഥുനം എന്നായിരുന്നു, അതായത് കൈകൊണ്ട് ചെയ്യുന്ന സെക്സ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായ ത്വരയായ സന്താനോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രവൃത്തിയായ സ്വയംഭോഗത്തെ നിങ്ങൾ പാപവും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ പുരുഷന്മാരത് ചെയ്യാതിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരത് രഹസ്യമായിട്ടും ഒളിച്ചു വെച്ചുമൊക്കെ ഭാവിയിൽ ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന രീതിയിൽ ചെയ്തു പഠിക്കും. അങ്ങനെയുള്ള 2 സ്വയംഭോഗ ശൈലികളാണ് ഈ പ്രോൺ മാസ്റ്റർബേഷനും ഡെത്ത് ഗ്രിപ്പ് സിൻഡ്രോം. ഈ 2 സ്വയംഭോഗ ശൈലികളും പുരുഷന്മാരിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്വയംഭോഗ ശൈലികളാണ്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോകൾ കാണാവുന്നതാണ്.
വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ പ്രോൺ മാസ്റ്റർബേഷനും ഡെത്ത് ഗ്രിപ്പ് സിൻഡ്രോം പോലെയൊക്കെയുള്ള സ്വയംഭോഗ ശൈലികൾ പ്രാക്ടീസ് ചെയ്യുന്ന പുരുഷന്മാർക്ക് അത് ഭാവിയിൽ അവർക്ക് ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടാകാറില്ല. കാരണം ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കൂടിയേ തീരൂ. കേരളത്തിലെ അബ്രഹാമിൻ്റെ സന്തതികൾ നടത്തുന്ന ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നും ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം അവർ അനുവദിക്കത്തില്ല. കാരണം അത് അവരുടെ പ്രത്യയശാസ്ത്ര മൂല്യങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ടാണ് ഞാനിതിനെ പേവിഷ പ്രത്യയശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.